നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് ഒരു ട്രെൻഡൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. UDF തന്നെ അടുത്ത് കേരളം ഭരിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിലേറ്റവും നടുക്കുന്ന വിവരം, ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം സ്ഥാനാർത്ഥി പിന്നിലാണ്. അത് വളരെയധികം ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ധർമ്മടമൊക്കെ നമ്മൾ കണ്ണുമടച്ച് പറയുമായിരുന്നു അവിടെ പിണറായി വിജയിക്കുമെന്ന്. പക്ഷേ അവിടെ അദ്ദേഹം പിന്നിലേക്ക് പോയിരിക്കുന്നു എന്നത് വളരെ ഒരു ഷോക്കിംഗ് ആയിട്ട് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, രാഷ്ട്രീയ കേരളത്തിൽ നോക്കുമ്പോൾ പിണറായി വിജയൻ്റെ ഒരു ശത്രു, അല്ലെങ്കിൽ ശത്രുക്കളെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രണ്ടുപേരാണ് രാഹുൽ മാങ്കൂട്ടത്തിലും പിണറായി വിജയനും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുവരും പോരടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴും ഉന്നം വയ്ക്കുന്നത് പിണറായി വിജയനെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടു, എടോ വിജയ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ബഹുമാനമില്ലാതെ രാഹുൽ പിണറായി അഭിസംബോധന ചെയ്തത് മുതൽ അവരുടെ ശത്രുതയുടെ ആഴം പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെയാണ്, പിണറായി വിജയനെതിരെയാണ് രാഹുലിൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവനോട് വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞു ജനങ്ങൾ എന്നാണ് രാഹുൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. പോ മോനെ വിജയ എന്നല്ല, ഇറങ്ങിപ്പോ വിജയ എന്ന് ജനങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു പൊതുപരിപാടിക്കിടെ, തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പ്രചാരണ പരിപാടിക്കിടെ ഒരു ചോദ്യമുണ്ട് CM എന്ന് ചോദിച്ചെത്തിയ ഒരു പ്രവർത്തകനോട് അത് വീട്ടിൽ പോയി ചോദിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. മാത്രമല്ല, കോൺഗ്രസിൻ്റെ പ്രചാരണാർത്ഥം കേരളത്തിലേക്ക് വന്ന തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അദ്ദേഹം നീ പോ മോനെ വിജയ എന്ന് പറഞ്ഞപ്പോൾ ആ ഡാഷ് മോനുള്ള മറുപടി ഉടൻ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചിരുന്നു. ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യം നേടിയ ചില ഡയലോഗുകൾ അതും ഉദ്ധരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പിണറായിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവനോട് വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞു ജനങ്ങൾ, പോ മോനെ വിജയ എന്നല്ല, ഇറങ്ങിപ്പോ വിജയ എന്ന് ജനങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ക്യാപ്റ്റനും രക്ഷയില്ല, കപ്പൽ മുങ്ങി എന്നതടക്കമുള്ള കമൻറ്റുകൾ. ഈ ജനങ്ങൾ തന്നെയല്ലേ നിങ്ങളെ 10 കൊല്ലം വീട്ടിലിരുത്തിയത് എന്നൊരു ചോദ്യം രാഹുലിനോട് മറുചോദ്യം ഉയരുന്നുണ്ട്. നീ പൊളിക്കുമോനെ, നിൻ്റെ പുറകിൽ ഞങ്ങളില്ലേ എന്നൊരു അനുകൂല കമൻറ്റ് വന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലാണ് ഈ ഒരു ഇത്തരത്തിൽ രാഹുലിൻ്റെ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉണ്ട് എന്ന തരത്തിലുള്ള കമൻറ്റുകൾ നിറയുന്നുണ്ട്. മാത്രമല്ല, ഇനി പിണറായി 10 കോടി വോട്ടിന് ജയിച്ചാലും പ്രശ്നമില്ല, ഒരു തവണയെങ്കിലും പുറകിലായല്ലോ എന്നായിരുന്നു മറ്റൊരാൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചത്. നമുക്കറിയാം, ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലാണ്. എന്താണ് ധർമ്മടത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു ഉത്കണ്ഠ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് പാർട്ടിയെ 10 വർഷം നയിച്ച, കേരളത്തിൽ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. അദ്ദേഹം തൻ്റെ മണ്ഡലത്തിൽ പിന്നിലേക്ക് പോകുന്നു എന്നത് വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ആകാംക്ഷ നിറഞ്ഞു നിൽക്കുകയാണ്. മാറിമറിയാൻ സാധ്യതകളുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പതിവ് പോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, MLA എന്ന രീതിയിൽ അവസാന ദിവസമായിരുന്നു ഇന്നലെ. രാഹുൽ മാങ്കൂട്ടത്തിൽ സിറ്റിംഗ് MLA ആയിരുന്നു പാലക്കാട്. MLA എന്ന രീതിയിലുള്ള അവസാന ദിവസം, ഔദ്യോഗികമായിട്ടുള്ള ദിവസങ്ങൾ കഴിഞ്ഞെങ്കിൽ പോലും അവസാന ദിവസം ഇന്നലെയായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ പങ്കുവച്ചിരുന്നു. രാഹുൽ MLA ആയ ശേഷം പാലക്കാട് നടത്തിയ ഒരു പദ്ധതിയാണ് സ്മൈൽ ഭവന പദ്ധതി. വോട്ട് ചോദിക്കാൻ ചെന്ന സമയത്ത് ജനങ്ങളൊക്കെ വീടില്ലാത്ത ജനങ്ങളെ കണ്ട് വിഷമം തോന്നി അവർക്കൊരു വീട് കൊടുക്കണമെന്ന ഉദ്ദേശത്തോടെ MLA തുടങ്ങിയ ഒരു പദ്ധതിയാണ് സ്മൈൽ ഭവന പദ്ധതി. ഈ പദ്ധതിയിലൂടെ ഒരുങ്ങിയ 5ാമത്തെ വീട് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. അത് ഫേസ്ബുക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചിരുന്നു. രാഹുൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: സ്മൈലിൽ 5ാമത്തെ ചിരിയൊരുങ്ങി. ലക്ഷ്മി അമ്മയ്ക്കും പൊന്നമ്മയ്ക്കും ശിവാനി മോൾക്കും ഇന്റൽ ചെയർമാൻ മോഹനേട്ടൻ വീട് കൈമാറി. പാലക്കാട് MLA എന്ന നിലയിൽ ഏറ്റവും സന്തോഷം നൽകിയത് ഇവരുടെ ചിരികളാണ്. ഈ ചിരി തുടരും, സ്മൈലും എന്നായിരുന്നു രാഹുലിൻ്റെ പോസ്റ്റ്. നമുക്കറിയാം, ഈ രമേശ് പിഷാരടിയാണ് കോൺഗ്രസിന് വേണ്ടി പാലക്കാട് മത്സരിച്ചത്. അപ്പോൾ രമേശ് പിഷാരടിയോട് രാഹുൽ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. താങ്കൾ ജയിച്ച MLA ആവുകയാണെങ്കിൽ സ്മൈൽ ഭവന പദ്ധതി തുടരണം. അത് ഒരുപാട് പേർക്ക് വീടെന്ന സ്വപ്നം
യാഥാർത്ഥ്യമാക്കുന്ന ഒരു പദ്ധതിയാണ്. അത് തുടരണമെന്നൊരു ആവശ്യം രമേശ് പിഷാരടിക്ക് മുന്നിൽ രാഹുൽ മങ്കൂട്ടത്തിൽ വെച്ചിരുന്നു. എന്തായാലും അത് തുടരുമെന്ന ഉറപ്പ് രമേശ് പിഷാരടി നൽകിയിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ രാഹുൽ മങ്കൂട്ടത്തിലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഏറെ നിർണായകമാവുകയാണ്. മാത്രമല്ല, വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് രാഹുൽ മങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ ഈ പ്രചരണ സമയത്തൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താണ്. പക്ഷേ പാർട്ടിക്ക് ഈ ഒരു CPM-നെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ പോരാട്ടമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ നടത്തിയത്. നമുക്കറിയാം, ഓരോ വീഡിയോകളിലൂടെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് രാഹുൽ സംസാരിക്കേണ്ടായി. വോട്ട് ചെയ്യാൻ പോകുന്ന തലേ ദിവസവും ഒരു ഫേസ്ബുക്ക് വീഡിയോയിലൂടെ ചില കാര്യങ്ങൾ രാഹുൽ മങ്കൂട്ടത്തിൽ ഓർമ്മിപ്പിച്ചിരുന്നു. രാഹുൽ അന്ന് പറഞ്ഞ ആ വാക്കുകളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. അപ്പോഴേ നാളെയാണ് തിരഞ്ഞെടുപ്പ്. നമ്മുടെ അടുത്ത 5 വർഷക്കാലം നമ്മുടെ ജീവിതത്തെ ഏറെ സ്വാധീനിക്കുവാൻ പോകുന്ന സർക്കാർ ആര് എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുവാൻ പോവുകയാണ്. അങ്ങനെയുള്ളപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മളെ ദ്രോഹിച്ച സർക്കാരിൻ്റെ കെടുതികൾ നമുക്കൊന്ന് ഓർത്തെടുക്കണ്ടേ? ഓർക്കുന്നില്ലേ? PSC പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷവും ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ഭിക്ഷയാചിച്ചും കയ്യിൽ കർപ്പൂരമേന്തിയും ഒക്കെ സെക്രട്ടേറിയറ്റിലേക്ക് ചെന്നിട്ട് നമ്മളെ ചവിട്ടി പുറത്താക്കിയതിനു ശേഷം ശിവരഞ്ജിത്തിനെയും നസീമിനെയും പോലുള്ള SFIക്കാർക്ക് പിൻവാതിലൂടെ ലക്ഷക്കണക്കിന് പാർട്ടിക്കാരെ തിരികെ കയറ്റിയ സർക്കാരെ നമുക്ക് മറക്കുവാൻ കഴിയും? ഉപ്പിനും മുളകിനും തൊട്ട് അവശ്യ സാധനങ്ങൾക്കെല്ലാം വിലക്കയറ്റം സൃഷ്ടിച്ച ഒരു സർക്കാരിനെ നമുക്ക് മറക്കുവാൻ കഴിയുമോ? കേന്ദ്ര സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും പേരിൽ നടത്തുന്ന കൊള്ള കൂടാതെ ഇവിടുത്തെ സംസ്ഥാന ടാക്സിന്റെ പേരിലുള്ള എക്സ്ട്രാ കൊള്ളയും അതുകൂടാതെയുള്ള സെസ് എന്ന പേരിൽ പെൻഷൻ കൊടുക്കുവാൻ എന്ന വ്യാജേന നടത്തിയ അധിക കൊള്ളയും നമുക്ക് മറക്കുവാൻ കഴിയുമോ? എന്നിട്ട് പാവപ്പെട്ട പെൻഷൻ ബെനിഫിഷ്യറീസിന് പെൻഷൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. KSRTC ജീവനക്കാർക്ക് പെൻഷൻ കൊടുത്തോ? ഇല്ല. KSRTC കട്ടപ്പുറത്താക്കില്ലേ ആക്കി. അരിപ്പടി കൊണ്ട് നിർമ്മിച്ച സ്കൂളുകൾ ഇടിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ സ്കൂളുകളെ കേരളത്തിന്റെ ലഹരി മാഫിയ കയ്യേറുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത പോലീസിന്റെ നിസ്സഹായാവസ്ഥ നമ്മൾ കണ്ടു. ആ പോലീസ് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഹെൽമറ്റ് വെക്കാതെ പോകുന്ന ചെറുപ്പക്കാരെ ലാത്തിക്കെറിഞ്ഞ് വീഴ്ത്തുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് പോയ വരാപ്പുഴയിലെ ശ്രീജിത്തിനെ, നെടുങ്കണ്ടത്തെ രാജ്കുമാറിനെ ഉരുട്ടിക്കൊന്ന പോലീസിനെ നമ്മൾ കണ്ടു. മൊബൈൽ മോഷ്ടിച്ചു എന്ന വ്യാജന ഒരു പിഞ്ചു കുഞ്ഞെ അപമാനിച്ച പിങ്ക് പോലീസിന്റെ ക്രൂരതയും നമ്മൾ കണ്ടിട്ടുണ്ട്. നക്സൽ വേട്ടയുടെ പേര് പറഞ്ഞ് പാവപ്പെട്ട ആദിവാസികൾക്ക് നേരെ നടത്തിയ പോലീസുകാരുടെ ക്രൂരമായ ലാത്തി ചാർജും അതുപോലെ തന്നെയുള്ള എൻകൗണ്ടറുകളും കേരളം സാക്ഷ്യം വഹിച്ചു. വർഗീയത പറയുന്നവരെ ഒപ്പം കൂട്ടി യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ ഒരു വർഗീയവാദിയായി മാറുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. സ്ത്രീ സുരക്ഷയെ PR-ന് വേണ്ടിയിട്ടും രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുവാനും വേണ്ടി മാത്രം ഉപയോഗിക്കുകയും യഥാർത്ഥ സ്ത്രീ സുരക്ഷ നടപ്പിലാക്കാതിരിക്കുകയും ചെയ്ത സർക്കാർ. പകലന്തിയോളം പണിയെടുക്കുന്ന പാവപ്പെട്ട ആശാവർക്കർക്കും അംഗനവാടി ജീവനക്കാർക്ക് മിനിമം ശമ്പളം പോലും കൊടുക്കാതെ അവരെ സെക്രട്ടേറിയറ്റിലേക്ക് സമരത്തിന് വർഷങ്ങളോളം പറഞ്ഞുവിട്ട സർക്കാർ. ഒരുപാട് സ്വപ്നങ്ങളുമായി പഠിക്കുവാനായി ചുരം കയറി ചെന്ന സിദ്ധാർത്ഥനെ ഉരുട്ടിക്കൊന്ന SFIക്കാരന്റെ ഇടിമുറികളെ പറ്റി നമുക്ക് മറക്കുവാൻ കഴിയും. വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പലിന് ശവമഞ്ചം ഒരുക്കുകയും മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലിന്റെ കസേര കത്തിക്കുകയും ചെയ്ത SFIക്കാരന്റെ ഗുരുതെന്ന് നമുക്ക് മറക്കുവാൻ കഴിയും. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ ബാലറ്റ് വിഴുങ്ങുന്ന SFIക്കാരെ നമുക്ക് മറക്കുവാൻ കഴിയും. പാവപ്പെട്ടവന് ലൈഫിലൂടെ വീട് നൽകാതിരിക്കുകയും മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിന് ക്ലിഫ് ഹൗസിൽ 42 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്ത സർക്കാരിന്റെ ദൂർത്തും ഇരട്ടത്താപം നമുക്ക് മറക്കുവാൻ കഴിയും. പാർട്ടി അനുഭാവി ആയിരുന്നിട്ട് കൂടി ADM നവീൻ ബാബുവിനെ ക്രൂരമായി അധിക്ഷേപിച്ച് കൊലപ്പെടുത്തിയ CPM നേതൃത്വത്തെ നമുക്ക് മറക്കുവാൻ കഴിയും. CPM-കാർ സമരം ചെയ്ത് പൂട്ടിച്ച കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങളെ പറ്റി നമുക്ക് മറക്കുവാൻ കഴിയുമോ? ആന്തൂർ സാജനെ കൊന്നതിന് ശേഷം ആ സാജന്റെ ഭാര്യയെ പോലും അധിക്ഷേപിച്ച് നമുക്ക് മറക്കുവാൻ കഴിയും. ശരത് ലാലിനെയും കൃപേഷിനെയും ഷുഹൈബിനെയും അരിയിൽ ഷുക്കൂറിനെയും കൊന്നൊടുക്കിയ CPM-ന്റെ നരാധമ രാഷ്ട്രീയത്തെ നമുക്ക് മറക്കുവാൻ കഴിയും. അഭിമന്യുവിനെ മറന്ന് SDPI-യുമായിട്ട് കൂട്ടുകൂടുകയും ധനരാജനെ മറന്ന് RSS-മായി കൂട്ടുകൂടുകയും ചെയ്ത CPM-ന്റെ വർഗീയ രാഷ്ട്രീയ പ്രീണനത്തെ നമുക്ക് മറക്കുവാൻ കഴിയും. 2016 കേരളത്തിന്റെ ആകെ കടം 1,60,000-ൽ നിന്ന് 2026 ആകുമ്പോഴത്തേക്കും 4,60,000-ആയി വർദ്ധിപ്പിച്ച് കേരളത്തെ കടക്കണിയിലേക്ക് തള്ളിവിട്ട കേരള സർക്കാരിന്റെ സാമ്പത്തിക ദൂരത്തിനെ പറ്റി നമുക്ക് മറക്കുവാൻ കഴിയും.